ജന്തർ മന്തർ എന്ന പേര് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ജന്തർ മന്തറിൽ ഇനി സമരങ്ങൾ നടക്കുമോ? സംശയമാണ്. കാരണം സുപ്രീം കോടതിയിൽ ഇന്നലെ ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നിട്ടുണ്ട്. ജന്തർ മന്തറിൽ സമരങ്ങൾ നിരോധിക്കണം. അതിന് പറയുന്ന കാര്യം സമരം നടത്തുന്ന ആളുകൾക്ക് സൗകര്യങ്ങളില്ല, വാഷ്റൂംസ് ഇല്ല, കുടിവെള്ളം ഇല്ല, ടോയ്ലറ്റ്സ് ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമരം നിരോധിക്കണം എന്നാണ് ഹർജിക്കാരൻ്റെ ആവശ്യം. കൗശിക് എന്ന് പറയുന്ന ഒരാളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ സമരം ചെയ്യാൻ വരുന്നവർക്ക് 5 സ്റ്റാർ ലക്ഷറി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വേറെയുണ്ട്. കാരണം ജന്തർ മന്തർ എന്ന് പറയുന്നത് പാർലമെൻറ്റിന് വളരെ അടുത്താണ്. പാർലമെൻറ്റിന് വളരെ അടുത്ത് സത്യത്തിൽ ജന്തർ മന്തർ എന്ന് പറയുന്നത് ഒരു സമരഭൂമിയൊന്നുമല്ല. 18-ാം നൂറ്റാണ്ടിൽ ദില്ലിയിൽ ജയ്പൂർ മഹാരാജാവ് സവായ് ജയ്സിംഗ് 1724 18-ാം നൂറ്റാണ്ടല്ല 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്തർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പൗരാണികമായ വാന നിരീക്ഷണ കേന്ദ്രം. യന്ത്ര മന്ത്ര എന്നീ സംസ്കൃത വാക്കുകളിൽ നിന്നാണ് ജന്തർ മന്തർ എന്ന വാക്കുണ്ടായത്. അവിടെ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഉപകരണം എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പൊക്കെ പോലെയുള്ള ടെലസ്കോപ്പ് പോലെയുള്ള ഉപകരണങ്ങൾ മാത്രമല്ല, അവിടെ സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ ഇവയുടെയൊക്കെ ചലനങ്ങളൊക്കെ നോക്കുന്ന ഉപകരണങ്ങൾ, നിരീക്ഷിക്കുന്ന, സമയളക്കുന്ന ഉപകരണങ്ങൾ, സാമ്രാട്ട് യന്ത്ര, മിശ്രയന്ത്ര തുടങ്ങിയ യന്ത്രങ്ങളുണ്ട്. ഇതുകൂടാതെ ജയ്പൂർ, ഉജ്ജയിൻ, വാരണാസി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ നിർമ്മിച്ചതാണ് ദില്ലിയിലെ ജന്തർ മന്തർ. അതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ജന്തർ മന്തറിന് കേടുപാടുകൾ പറ്റി. അത് പക്ഷേ നന്നാക്കി. അത് ഒരു വലിയ നിരീക്ഷണ കോംപ്ലക്സ് ആണ്. ഏതാണ്ട് 5.7 ഏക്കർ, 6 ഏക്കറിനടുത്ത് ഭൂമിയിലാണ് ഈ ജന്തർ മന്തർ ഇരിക്കുന്നത്. ഈ ജന്തർ മന്തറിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ചെറിയ ഇടുങ്ങിയ ഒരു വളരെ ചെറിയ ഇടം, ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. അത് ടോൾസ്റ്റോയ് മാർഗിനും അശോക റോഡിനും ഒക്കെ സമീപത്തായിട്ടാണ് ഈ ജന്തർ മന്തറിലെ ഈ സ്ഥലം. 1993 മുതൽ ഡൽഹിയിൽ ഒരു ഔദ്യോഗിക പ്രതിഷേധ കേന്ദ്രം ഉണ്ടായിരുന്നു. കാരണം എല്ലായിടത്തും നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്ത് സമരം ചെയ്തു. ആളുകൾക്ക് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ഒക്കെ അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അത് മൗലികാവകാശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഇതിന് പറ്റുന്നൊരു സ്പേസ് ഒക്കെ ജനറലി മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും ആളുകൾക്കറിയാം എവിടെ പോയി സമരം ചെയ്യണം. അതുപോലെ 93 മുതൽ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിനടുത്ത്, ഇപ്പോഴത്തെ കർത്തവ്യപഥിനടുത്തുള്ള ബോട്ട് ക്ലബ് ലോൺസ് ആയിരുന്നു സമരകേന്ദ്രം. 1988 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മഹേന്ദ്ര ടിക്കായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം ഈ ബോട്ട് ക്ലബ് മൈതാനിയിൽ നടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ, കൃഷിക്കാർ വന്നിട്ട് ഒരാഴ്ചയോളം അവിടെ സമരം ചെയ്തു. അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാക്കി. 1993 ഈ ബോട്ട് ക്ലബ് ലോൺസിലുള്ള സമരങ്ങൾ നിരോധിച്ചു. പിന്നീടാണ് ജന്തർ മന്തറിലെ ഈ ചെറിയ സ്പേസ് സമരഭൂമിയായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഒരു ഗുണമുള്ളത്, അതിന് എൻട്രിയും എക്സിസ്റ്റും ഓരോന്നും വിധമുള്ളൂ. വളരെ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാനും ആളുകളുടെ പ്രവേശനം തടയാനുമൊക്കെ കഴിയും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാവുന്ന, ഒരുപാട് ആളുകൾക്കൊന്നും കൂടാൻ പറ്റാത്ത, കൂടിപ്പോയ ഒരു 10,000-2000 പേർക്ക് ഒക്കെ മാത്രം സുഗമമായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിനപ്പുറത്തേക്ക് വലിയ ക്രൗഡിന് അവിടേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് നിയന്ത്രണം വളരെ എളുപ്പമായതുകൊണ്ടാണ് 93 ശേഷം ജന്തർ മന്തറിൽ ഈ സമരങ്ങൾ അനുവദിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം, പാർലമെൻറ്റ് വളരെ അടുത്താണ്. പാർലമെൻറ്റ് കഷ്ടിച്ച് 2 കിലോമീറ്ററേ ഉള്ളൂ ജന്തർ മന്തറിലെ ഈ സമരഭൂമിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരും പാർലമെൻറ്റ് അംഗങ്ങളും അവിടെ ഇരിക്കുമ്പോൾ അവിടെ ആളുകൾ കൂടുകയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം പാർലമെൻറ്റിലേക്ക് ഇരച്ചെത്തുകയൊക്കെ ചെയ്താൽ അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ഈ പൊതു താൽപ്പര്യ ഹർജി, സമരക്കാർക്ക് കൂടുതൽ സൗകര്യം, ടോയ്ലറ്റും വെള്ളവും സാനിറ്റേഷൻ സൗകര്യങ്ങളും ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഹർജി കൊടുത്തതെങ്കിലും ഒരുപക്ഷെ ഇനി ജന്തർ മന്തർ സമരഭൂമി ആക്കേണ്ടതില്ല എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തേക്കുമെന്ന് തോന്നുന്നു. ഏതായാലും വലിയ ജനക്കൂട്ടം പാർലമെൻറ്റിലേക്ക് തിരിയുക എന്ന് പറയുന്നത് വലിയ ആശങ്കയാണ്. നമ്മൾ നേരത്തെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത്, എന്തുകൊണ്ട് ബംഗ്ലാദേശ് മോഡൽ, എന്തുകൊണ്ട് ശ്രീലങ്ക മോഡൽ, എന്തുകൊണ്ട് നേപ്പാൾ മോഡൽ സമരം ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സമരം ഉണ്ടായിട്ട് നേരെ പാർലമെൻറ്റിലേക്കോ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കോ ഇരച്ചു കയറി അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കുക. 148 കോടി ജനങ്ങളുടെ ഭാഗധേയം പോളിങ്ങിലൂടെയല്ല, മറിച്ച് 10,000-2000 ആളുകളെ പാർലമെൻറ്റിലേക്കും പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കും കയറ്റി ഭരണം അട്ടിമറിച്ച് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും നടത്തിയതുപോലെയുള്ള ജനാധിപത്യം കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ മനോഭാവം
എത്രമാത്രം ജനാധിപത്യപരമാണെന്ന് ആലോചിച്ച് നോക്കുക. അതിനുള്ള ഒരു കെളി രംഗമായി ജന്തർ മന്തർ മാറും എന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇനി അവിടെ സമരം വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് എത്തുമോ എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും പൊതു താൽപ്പര്യ ഹർജി അടുത്ത ദിവസം കോടതി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. ഈ ജന്തർ മന്തറിൽ വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. 2011 അണ്ണാ ഹസാരയുടെ നിരാഹാരം നടന്ന അവിടെയാണ്. ഒരക്രമവും ഉണ്ടായില്ല, ഒരു വയലൻസും ഉണ്ടായില്ല. 2012 നിർഭയ പ്രതിഷേധങ്ങൾ നടന്നത് ജന്തർ മന്തറിലാണ്. 2017 തമിഴ്നാട്ടിലെ കർഷകർ 40 ദിവസമാണ് അവിടെ സമരം ചെയ്തത്. 2019 ഈ പറഞ്ഞ പോലെ CAA വിരുദ്ധ സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് അക്രമാസക്തമായ സമരമാണ്. 2017 ഈ സമരങ്ങളുടെയൊക്കെ സ്വഭാവമൊക്കെ കണക്കിലെടുത്തും അവിടെ വലിയ തോതിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തടത്ത് ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ ആളുകൾ വന്ന് കൂടിയാൽ അവിടെ വലിയ തോതിൽ മലിനീകരണം, ആളുകൾക്ക് ടോയ്ലറ്റ് സൗകര്യമൊന്നും ഇല്ലല്ലോ, സമരഭൂമി ഒരു കക്കൂസ് വാർഡായിട്ട് മാറും. അതുകൊണ്ട് അതെല്ലാം അവിടെ കണക്കിലെടുത്ത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈ ജന്തർ മന്തറിലെ സമരങ്ങൾ നിരോധിച്ചിരുന്നു. പക്ഷേ 2018 സുപ്രീം കോടതി അത് ആർട്ടിക്കിൾ 19 അനുസരിച്ച് പ്രതിഷേധിക്കാനുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് ആ നിരോധനം, ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ നിരോധനം മാറ്റി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള സമരങ്ങൾ നടക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും അതിന് വ്യവസ്ഥയുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അനുമതി കൂടാതെ അവിടെ സമരങ്ങൾ നടത്തരുത്. രാവിലെ 10 മണി മുതൽ തുടങ്ങി 5 മണിക്ക് അവസാനിപ്പിക്കുന്ന തരത്തിൽ വേണം ഈ ജന്തർ മന്തറിലെ സമരങ്ങൾ നടത്താൻ എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ പാറ്റാ സമരങ്ങളിൽ തന്നെ നോക്കൂ. 10 മണിക്ക് വന്നിട്ട് 5 മണിക്ക് പിരിയുന്ന തരത്തിൽ രാത്രി അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവിടെ വലിയ തോതിൽ ഈ സത്യാഗ്രഹം നടന്ന സ്റ്റേജിന് പുറകിൽ നിന്ന് വലിയ തോതിലാണ് കോണ്ടംസ് കണ്ടുപിടിച്ചത്. വലിയ തോതിലാണ് പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങളുടെ വലിയ ശേഖരം തന്നെ കണ്ടെത്തിയതിൻ്റെ വീഡിയോകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടി ലൈറ്റും ഇല്ലല്ലോ, വെട്ടവും. അപ്പോൾ ജന്തർ മന്തർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സമരത്തിൻ്റെ പേരിൽ 2875ഓളം ക്രിമിനൽസ് വന്നതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി അത് മാറി. മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞതുപോലെ മുൻകൂട്ടി അനുവാദം വാങ്ങി 10 മുതൽ 5 മണി വരെ ആയിട്ട് ഈ സമരം ചുരുക്കുന്നുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് തന്നെ ഈ വ്യവസ്ഥകൾ പാലിക്കാത്ത സമരങ്ങൾ അനുവദിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായത്തിലേക്ക് സുപ്രീം കോടതി മാറിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഈ സമരത്തിൽ പങ്കെടുത്തവർ ഇപ്പോൾ പറയുന്നത് എന്താണ്? സുപ്രീം കോടതിയെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല, സുപ്രീം കോടതിയോട് ഞങ്ങൾ വിലപേശു എന്ന് പറഞ്ഞത്. സുപ്രീം കോടതി വിലപേശാനുള്ള സ്ഥലമാണ്, കേസ് നടത്താനുള്ള സ്ഥലമാണ്, വാദിക്കാനുള്ള സ്ഥലമാണ്, നിയമം പറയാനുള്ള സ്ഥലമാണ്. പക്ഷേ ഈ കോക്രോച്ച് പാർട്ടിക്കാരെന്താ പറയുന്നത്? സുപ്രീം കോടതിയെ വിലപേശും, നെഗോഷിയേറ്റ് ചെയ്യും. അത്രയ്ക്കേ ഉള്ളൂ ബോധം. അല്ലെങ്കിൽ അവർ ഈ വ്യവസ്ഥയൊന്നും അംഗീകരിക്കുന്നില്ല, അനാർക്കിസത്തിലേക്ക് പോവുകയാണ്. അനാർക്കിസ്റ്റുകളായ ആളുകൾക്ക് വിട്ടുകൊടുക്കാവുന്ന ഒരു സ്ഥലമായി ജന്തർ മന്തർ ഇനി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പാർലമെൻറ്റ് തൊട്ടടുത്തായതുകൊണ്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക്, മറ്റ് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പുതിയൊരു ട്രെൻഡ് വരുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ദ്രൗപദി മുർമു മിണ്ടിയില്ല, മഹാറാണി മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വീഡിയോ ചെയ്യുന്നു. രാജമാത മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. അത് വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ ജൻസിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തും പറയാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അതിനെ കർശനമായി നേരിടേണ്ടി വരും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ചില ആളുകൾ, ചില കേന്ദ്രങ്ങൾ, ചില നറേറ്റീവ് ബിൽഡിങ്ങുകാർ മാറുന്നത്. അതിനിടയ്ക്ക് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും എന്ന് പറഞ്ഞു, എനിക്ക് ഒരു വീഡിയോ ചെയ്താൽ 30,000 രൂപ 28,000 രൂപ വരെ തരാം എന്നുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരസ്യമായി ആളുകൾ വരുന്നുണ്ട്. ഏതാണ്ട് 108ഓളം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സംശയത്തിലാണ്. 3ഓളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ നിരീക്ഷണത്തിലാണ്. അതായത് നമ്മൾ പറയുന്ന പോലെ സ്വാഭാവികമായിട്ടൊന്നും അല്ല ഇത് വന്നത്. റീലൊക്കെ ചെയ്യുന്നതിന് 60,000 രൂപ വരെ ഓഫർ ചെയ്ത ആളുകൾ അവരുടെ അഭിപ്രായം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ പണമൊഴുക്കി നടത്തിയ ഒരു സമരമാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ജന്തർ മന്തർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇനി സമരങ്ങൾ അനുവദിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഗുണകരമാവില്ല എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്നറിയാം. ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ അതിന് അനുസരിച്ചുള്ള ഒരു മറുപടി സുപ്രീം കോടതിയിൽ കൊടുത്താൽ ജന്തർ മന്തറിലെ സമരങ്ങൾ തീരും. ജന്തർ മന്തർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച പൗരാണികമായ ഒരു ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രമാണ്.
അതിനെ ആ തരത്തിൽ നമ്മുടെ പൗരാണിക ഭാരതത്തിൻ്റെ ശാസ്ത്രീയ നേട്ടത്തിൻ്റെ ഒരു അടയാളമായി കണ്ട് ആ തരത്തിൽ അവിടെ വികസിപ്പിക്കാനും അവിടേക്ക് സന്ദർശകരെ കൊണ്ടുവരാനും, സമരത്തിൻ്റെ പേര് പറഞ്ഞ് ഇനിയിപ്പോൾ ജന്തർ മന്ദറിലേക്ക് ആരും പോകില്ലല്ലോ, അവിടെ പോയാൽ സമരമാണ്, പോലീസിൻ്റെ അടി കിട്ടും എന്നൊക്കെ ഭയന്ന് ആളുകൾ ജന്തർ മന്ദറിൽ പോകാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ മനോഹരമായ രാജ്യത്തിൻ്റെ അഭിമാനമായ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായ ഈ ജന്തർ മന്ദറിനെ അതിൻ്റെ പ്രൗഢിയോടെ, അതിൻ്റെ ഗരിമയോടെ, അതിൻ്റെ ചരിത്രം എന്താണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുമാറ് ജനങ്ങൾക്ക് മുന്നിൽ പുനരവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അവിടെ സമരം ഉണ്ടാക്കുന്ന പ്രവണത, ആ രീതി ഇനി തുടരാൻ പാടില്ല. അത് നിരോധിക്കുക തന്നെ വേണമെന്ന് നമുക്ക് കേന്ദ്ര സർക്കാർ അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പുതിയ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.